ഞാനെപ്പോഴും എൻ്റെ മനസ്സിൽ വരുന്നൊരു വിഷയമുണ്ട്. ഞാനെപ്പോഴും കർത്താവിനോട് ചോദിച്ചിട്ടുള്ളതാണ്, കർത്താവേ നീ പറഞ്ഞായിരുന്നല്ലോ, എന്താ പറഞ്ഞത്, ഈ നാഥാനിയലല്ലേ നമ്മുടെ കഴിഞ്ഞ ആഴ്ചത്തെ വിഷയം മുഴുവനും. നാഥാനിയെ കണ്ടപ്പോൾ ഈശോ എന്താണ് പറഞ്ഞത്? ഇപ്പം 3 പ്രാവശ്യം ഞാനത് പറഞ്ഞിട്ടുണ്ട്. ഡെയിലി ബ്രെഡിലും പറഞ്ഞിട്ടുണ്ട്, അതുപോലെ ഉടമ്പടി ധ്യാനത്തിലും പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങളാ പറയേണ്ടത്. നാഥാനിയനെ കണ്ടപ്പോൾ ഈശോ എന്താ പറഞ്ഞത്? ഇതാ ഒരു യഥാർത്ഥ ഇസ്രയേലിയൻ, ഇവനിൽ കാപട്യമൊന്നും ഇല്ല, അല്ലേ? ആ വചനം എത്രയാണ്? 1:47 എടുത്തേ. യോഹന്നാൻ 1:47. നഥാനിയേൽ തൻ്റെ അടുത്തേക്ക് വരുന്നത് കണ്ട് യേശു അവനെപ്പറ്റി പറഞ്ഞു, ഇതാ നിഷ്കപടനായ ഒരു യഥാർത്ഥ ഇസ്രായേൽക്കാരൻ. ഇപ്പം ഞാൻ ഈശോനോട് ചോദിച്ചത് എന്താണെന്നറിയാമോ? ഇത്രയും നല്ലൊരു മനുഷ്യനെ കണ്ടിട്ട് പിന്നെ എന്തുകൊണ്ടാണ് ഈ പത്രോസിനെയും യോഹന്നാനെയും ഒക്കെ വിളിച്ചത്? എന്നാൽ അയാളെ വിളിക്കാൻ പറ്റില്ലെന്ന് ചോദിച്ചു. അയാൾക്കൊരു ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുത്തില്ല ഈശോ. നാഥാനിയേൽ ഇതാണ് യഥാർത്ഥ ഇസ്രായേലിയൻ, ഇവന് യാതൊരു കാപട്യവും ഇല്ല. എന്നാൽ പിന്നെ എന്തുകൊണ്ടാണ് അയാളെ ശിഷ്യനാക്കാഞ്ഞത്? അതാണ് വിഷയം. ഒരു നല്ല മനുഷ്യനായതുകൊണ്ടും കാപട്യമില്ലാതിരിക്കുന്നതുകൊണ്ടും ശിഷ്യത്വം വേറൊരു വിഷയമാണ്. ഒരു നല്ല മനുഷ്യനായതുകൊണ്ടും കാപട്യം ഇല്ലാത്തത് കൊണ്ടും കർത്താവിനെ ശിഷ്യനാക്കണമെന്നില്ല. അതെന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, ശിഷ്യത്തിന് ഈ കാപട്യമില്ലാതിരുന്നാൽ മാത്രം പോരാ, നല്ല മനുഷ്യനായിരുന്നാൽ മാത്രം പോരാ. അതിൻ്റെ അപ്പുറത്ത് കുറച്ച് ക്വാളിറ്റീസ് ഉണ്ട്. ഈ ക്വാളിറ്റീസ് എന്താണെന്ന് കണ്ടെത്തിയാൽ നമുക്ക് സാധാരണ മനുഷ്യർക്ക് കർത്താവിൻ്റെ ശിഷ്യത്വത്തിൻ്റെ പട്ടികയിൽ വരാൻ പറ്റും. ഒന്നാമതിൽ ഏറ്റവും വലിയ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നല്ലോ, അച്ഛൻ റോമിൽ ധ്യാനിപ്പിക്കാൻ പോയ കാര്യം പറഞ്ഞു. ഉടമ്പടി ധ്യാനം നടത്തി. നമ്മളിവിടെ ഇരിക്കുന്നതെല്ലാം റോമിൽ ധ്യാനിപ്പിച്ചതിൻ്റെ ഉടമ്പടി, റോമിലും ഫ്രാൻസിലും ധ്യാനിപ്പിച്ചതിൻ്റെ ഉടമ്പടി പേപ്പറാണ് മാതാവിൻ്റെ വാതാന്തികത്തിലെ ആൾത്താരെ വെച്ചിരിക്കുന്നത്. ഇസ്രയേലിൻ്റെ എടുത്ത് മാറ്റി എൻ്റെ ടൈം കഴിഞ്ഞ് 6 മാസം വെക്കും. നമ്മൾ യൂറോപ്യൻ ധ്യാനങ്ങളെല്ലാം നടത്തുമ്പോഴും അന്തർദേശീയ ധ്യാനങ്ങളെല്ലാം 6 മാസം നമ്മൾ അത് എടുത്തുകൊണ്ട് പോരും. അവർ ഉടമ്പടി ചെയ്ത പേപ്പർ എടുത്തുകൊണ്ട് വന്നിട്ട് മാതാവിൻ്റെ അടുത്ത് 6 മാസം വെക്കും. കാര്യം അച്ഛൻ അവിടെ ഇല്ല, അവർക്ക് മെയിൻ്റെനൻസ് നടക്കണില്ല. അവരിനി 2-3 കൊല്ലം കഴിഞ്ഞൊക്കെ നാട്ടിൽ വരത്തുള്ളൂ. അപ്പം അതുകൊണ്ട് അവരെടുത്ത ഉടമ്പടിയിലെടുത്ത വിഷയത്തിന് അവർക്ക് സെക്യൂരിറ്റി കിട്ടണം. കാര്യം അവർ നമ്മളെപ്പോലെ തന്നെ അത് അവരുടെ രീതി കഷ്ടപ്പെട്ട് ആണ് അതെല്ലാം ചെയ്തിരിക്കുന്നതും അവർ ഉടമ്പടി ജീവിക്കുന്നതും. അപ്പം തീർച്ചയായിട്ടും ദൈവം അവരുടെ വിഷയത്തിൽ ഇടപെടണം. നിങ്ങളുടെ വിഷയത്തിൽ ഇടപെടാൻ നിങ്ങൾ തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലെ അശ്വതി എന്നും പറഞ്ഞ് ഒരു മോളുടെ സാക്ഷ്യമുണ്ട്. അശ്വതിയുടെ സാക്ഷ്യം നമ്മളെ ശരിക്കും, ഇപ്പം ഈ സാക്ഷ്യങ്ങൾക്കൊക്കെ ക്രിസ്ത്യനാണോ നോൺ ക്രിസ്ത്യൻ ആണോ എന്ന് നമുക്ക് ആരാ ലീഡ് ചെയ്യണമെന്ന് പറയാൻ പറ്റത്തില്ല. ആർക്കാണ് അതിൻ്റെ കൃപ കിട്ടുന്നത് അവർ ലീഡ് ചെയ്തു പോകും. അശ്വതി ഉടമ്പടി എടുത്ത് കഴിഞ്ഞതിന് ശേഷം അശ്വതി ഇവിടെ കാല് കുത്തിയപ്പോൾ തന്നെ കൗണ്ടറിലിരുന്ന ആള് അശ്വതി പറയും, നിങ്ങൾ UK പോകണല്ലേ? കൗണ്ടറിലിരിക്കുന്നവർ അത്ര സ്കിൽഫുള്ളല്ല, അത്രയ്ക്ക് കൗൺസിലിങ്ങിലേക്കുള്ള ആൾക്കാരല്ല. അവർ അതിൻ്റെ ഒരു സെക്രട്ടറിയൽ വർക്ക് ചെയ്യുന്നവരാണ്. ആ സെക്രട്ടറിയൽ വർക്ക് ചെയ്യുന്നവരെയും കർത്താവ് ഉപയോഗിക്കുകയാണ്. അശ്വതി വരുമ്പോൾ നിങ്ങൾ UK പോകണല്ലേ എന്ന് ചോദിക്കും. അപ്പോൾ അശ്വതി പറയണത്, ഞാനതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് പോലും ഇല്ലെന്നാണ്. പക്ഷെ നമ്മൾ ചിന്തിച്ചില്ലെങ്കിലും ദൈവം അതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. അതാണ് വിഷയം. ചില സമയത്ത് നമുക്ക് തോന്നുവേ,
എന്തൊരു രസമാണ് ഈ ക്രിസ്തുവിൻ്റെ കൂടെ ജീവിക്കണത് എന്ന് ചില നമ്മൾ ചിന്തിച്ചിട്ടില്ല, പക്ഷെ നമ്മളെക്കുറിച്ച് ദൈവം ചിന്തിച്ചിട്ടുണ്ട്. നിങ്ങളെ ഇരിക്കുന്ന ഓരോരുത്തരെക്കുറിച്ചും ദൈവത്തിന് ചിന്തയുണ്ട്. നിങ്ങൾക്കത് ശ്രദ്ധയോടുകൂടി ദൈവമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ളൊരു കഴിവ് കേടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. എല്ലാവരെക്കുറിച്ചും അവരെങ്ങനെ ജീവിക്കണം, എന്ത് ഭക്ഷിക്കണം, എല്ലാ കാര്യത്തെക്കുറിച്ചും ആരെ കല്യാണം കഴിക്കണം, എല്ലാ വിഷയത്തെക്കുറിച്ചും കർത്താവിന് തീരുമാനമുണ്ട്. എന്താ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ കമ്മ്യൂണിക്കേഷന് നിന്ന് കൊടുക്കത്തില്ല. നമ്മുടെ ഒരു രീതി അനുസരിച്ചുകൊണ്ട് ആധ്യാത്മികതയെ ആ രീതിയിലേക്ക് നമ്മൾ ഫ്രെയിം ചെയ്യാൻ നോക്കും. ഫ്രെയിമിങ് എ സ്പിരിച്വാലിറ്റി അക്കോർഡിംഗ് ടു അവർ വിംസ് ആൻഡ് ഫാൻസീസ്. നമ്മളുടെ രീതി ശാസ്ത്രമനുസരിച്ചുകൊണ്ട് നമ്മളിതിനെ ചട്ടവൽക്കരിക്കും, ഒരു ചട്ടക്കൂടുണ്ടാക്കും. എന്നിട്ട് അതിൻ്റെ അകത്ത് നമ്മൾ കുറേ കാര്യങ്ങൾ അനുഷ്ഠിച്ചെടുക്കും. അതാണ് ഒരു ആധ്യാത്മികതയുടെ സ്വാഭാവികമായ പരിമിതികളായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് ഈ ഫ്രഷ് ഹാൻഡ്സ് ലീഡ് ചെയ്യണത് അവർക്ക് ചട്ടക്കൂടുകളില്ല. അതുകൊണ്ട് അവർ ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ ഒരു ഐഡിയയും ഇല്ലാതെ വരേണ്ട ആളാണ്. അപ്പോൾ ഒരു രൂപവും ഇല്ലെന്ന് പറയത്തില്ല, ഒരു കാര്യത്തിനും ഒരു രൂപവുമില്ല എന്ന് പറഞ്ഞാലും ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ നമ്മുടെ കയ്യിൽ അതിൻ്റെ പ്രിൻ്റ് ഔട്ട് ബ്ലൂ പ്രിൻ്റ് കിട്ടിയിട്ടില്ലെന്നേ ഉള്ളൂ. കർത്താവിൻ്റെ കയ്യിൽ രൂപമുണ്ട്, നമുക്കതിൻ്റെ പ്രിൻ്റ് ഔട്ട് കിട്ടിയിട്ടില്ലെന്നേ ഉള്ളൂ. കർത്താവിൻ്റെ കയ്യിൽ എല്ലാ കാര്യങ്ങൾക്കും രൂപങ്ങളുണ്ട്. നമ്മൾ ഈ പരിശുദ്ധാത്മാവിനെ ഞാൻ എന്തുകൊണ്ടാണ് നിങ്ങളെ കുറച്ച് സീരിയസ് ആയണമെന്ന് പറഞ്ഞതിൻ്റെ കാരണം, പരിശുദ്ധാത്മാവിന് ഇതിൻ്റെ നൂഹവിനെ കുറിച്ചൊക്കെ ഭയങ്കര വ്യക്തമായ ധാരണയുണ്ട്. അപ്പോൾ ഈ പരിശുദ്ധാത്മാവിനെ നിലനിൽക്കാനും പരിശുദ്ധാത്മാവിനെ നിലനിർത്താനും പലർക്കും ഒരു പരാജയപ്പെട്ടു പോകുന്നുണ്ട് ആൾക്കാർ. പരിശുദ്ധാത്മാവിനെ നിലനിൽക്കാൻ ഇപ്പോൾ കർത്താവ് പറയത്തില്ലേ, നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുവിൻ. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ. സന്തോഷത്തോടെ ഇരിക്കണം. രാവിലെ അതിപ്രഭാതത്തിൽ കർത്താവിൻ്റെ വചനം കേൾക്കുന്നതാണ്. ഈ ഒറ്റ കേൾവി കൊണ്ട് തന്നെ ചിലപ്പോൾ ജീവിതം രക്ഷപ്പെട്ടു പോകും. സന്തോഷത്തോടെ ഇരിക്കുക. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. യോഹന്നാൻ 15:7. യോഹന്നാൻ 15:7. നിങ്ങൾ എന്നിൽ വസിക്കുകയും നിങ്ങൾ എന്നിൽ വസിക്കുകയും എന്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചു കൊള്ളുക, നിങ്ങൾക്ക് ലഭിക്കും. അപ്പൊ ഇന്ന കാര്യമൊന്നല്ല, ദൈവത്തിന് എന്ത് തരണമെങ്കിലും സന്തോഷമേ ഉള്ളൂ. അതാണ് ഇഷ്ടമുള്ള ചോദിക്കാൻ പറയണത്. പക്ഷെ എന്താണ് പ്രശ്നം? നിങ്ങളെൻ്റെ വാക്ക് കേൾക്കണം. പിന്നെന്താണ്? എൻ്റെ സ്നേഹത്തിൽ അവിടെയാണ് ഒരു പ്രശ്നം. നിലനിൽപ്പാണ് ഒരു പ്രോബ്ലം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആൾത്താരയിൽ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷ്യമായിട്ട് നിൽക്കാൻ തന്ന കൃപയ്ക്കായിട്ട് മാതാവിനും ഈശോയ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു. എൻ്റെ പേര് ബിന്ദു. ഇതിൻ്റെ മകളാണ് ഞാൻ. പത്തനംതിട്ടയിൽ നിന്ന് വരുന്നു. ഞാനൊരു മാർത്തോമ സഭാംഗമാണ്. 2025 ജൂലൈ 12 ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത്. യൂട്യൂബിലൂടെയാണ് ഞാൻ ഉടമ്പടി അറിയുന്നത്. എൻ്റെ രണ്ടാമത്തെ ഉടമ്പടി പുതുക്കലിന് ശേഷമാണ് ഞാനിപ്പോൾ സാക്ഷ്യം പറയാനായിട്ട് നിൽക്കുന്നത്. ആദ്യമായിട്ട് എൻ്റെ മകൾ വിദേശത്തേക്ക് പോകുന്നതിനുള്ള സാക്ഷ്യത്തിനായിട്ടാണ് ഉടമ്പടി എടുത്തത്. അമ്മ അത് ഭംഗിയായിട്ട് അമ്മയുടെ സമയ ചുരുക്കത്തിൽ നടത്തി തന്നതിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അത് കാര്യം മോള് പറയും. രണ്ടാമതായിട്ട് മോളും ഞാനും കൂടെ ബാംഗ്ലൂർ വിദേശത്തേക്ക് പോകാനായിട്ടുള്ള എക്സാമിന് വേണ്ടി ബാംഗ്ലൂർ എക്സാം നടത്താനായിട്ട് പോയിരുന്നു. അവിടെ ചെന്നപ്പോൾ ഒരു ദിവസം താമസിക്കേണ്ടതായിട്ട് വന്നു.
എന്നാൽ ഞങ്ങൾ പി ജിയിൽ റൂമൊന്നും ബുക്ക് ചെയ്തിട്ടില്ലായിരുന്നു. ഒരു ദിവസമല്ലേ ഉള്ളൂ എന്ന് വിചാരിച്ചു. പക്ഷേ 4 പി ജിയിൽ പോയിട്ട് ഞങ്ങൾക്ക് റൂം കിട്ടിയില്ല. അവസാനം 5ാമത്തെ പി ജിയിലോട്ട് പോകുന്നതിനായിട്ട് മുമ്പായിട്ട് ഞാൻ മാതാവിനോട് പറഞ്ഞു, അമ്മേ മാതാവേ, ഞങ്ങളെ ഇവിടെ ആരും സഹായിക്കാനില്ല, ബാംഗ്ലൂരാണ്, ഞങ്ങൾക്ക് പരിചയമില്ലാത്ത സ്ഥലവുമാണ്, അമ്മ പി ജി തന്നേ മതിയാവും, ഞങ്ങൾക്കൊരു റൂം തന്ന് സഹായിക്കണം. എക്സാം കഴിഞ്ഞ് രാത്രി 9:30 ആവും വരുമ്പോൾ. അത് രാത്രി സമയമാണ്. അമ്മ സഹായിക്കണം എന്ന് ഉടമ്പടി കാശ് രൂപത്തിൽ പിടിച്ച് വിശ്വാസത്തോടു കൂടി പറഞ്ഞു. എന്നാൽ അത്ഭുതം എന്ന് പറയട്ടെ, പെട്ടെന്ന് തന്നെ ആ പി ജിയിലുള്ള ആൾ പറഞ്ഞു, ഒരു റൂം തരാമെന്ന് പറഞ്ഞു. അമ്മയുടെ ഒരു ഇടപെടൽ മാത്രം കൊണ്ടാണ് ഞങ്ങൾക്ക് റൂം കിട്ടിയത്. 2ാമത്തെ സാക്ഷ്യമായിട്ട് എനിക്ക് ഈ ചെസ്റ്റ് പെയിൻ ഇടയ്ക്കുണ്ടാവാറുണ്ട്. ഡോക്ടറെ കണ്ടപ്പോൾ ECG എടുക്കണം, എക്കോ ചെയ്യണമെന്ന് പറഞ്ഞു. അതനുസരിച്ച് ECG എടുത്ത് എക്കോ ചെയ്തതിന് ശേഷം ഡോക്ടർ പറഞ്ഞു ഹാർട്ടിൻ്റെ വാൽവിന് ലീക്കുണ്ടെന്ന്. ഞാനിവിടെ വന്ന അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ച് തൈലം പൂശി പ്രാർത്ഥിച്ചു. അതിനുശേഷം വീട്ടിൽ ചെന്ന് എല്ലാ ദിവസവും ഉപ്പ് കഴിക്കുകയും ഉടമ്പടി തൈലം പൂശുകയും ചെയ്തതിൻ്റെ ഫലമായി എൻ്റെ ആ ഹാർട്ടിൻ്റെ ലീക്ക് മാറിയെന്ന് പൂർണ്ണമായി വിശ്വസിക്കുന്നു. എനിക്കിപ്പോൾ ചെസ്റ്റ് പെയിനൊന്നും വരാറില്ല. അമ്മ മാതാവും ഈശോയും തന്ന കൃപയ്ക്കായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. പിന്നെ എൻ്റെ റൈറ്റ് ലെഗിന് ഭയങ്കര വേദനയായിരുന്നു. ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു തേയ്മാനമുണ്ട്, അത് കാരണം ഒരാഴ്ചത്തെ മെഡിസിൻ തരാം. ആ മെഡിസിൻ കഴിച്ചതിന് ശേഷം കുറവില്ലെങ്കിൽ മുട്ടിന് ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു. പെയിൻ കില്ലർ ആയിരുന്നു തന്നത്. അതുകൊണ്ട് പെയിൻ കില്ലർ കഴിക്കാൻ താല്പര്യമില്ലാത്തതിനാൽ ഞാൻ ആ മരുന്ന് അവിടെ വെച്ചതിന് ശേഷം വിശ്വാസ പ്രമാണം ചെല്ലുകയും ഉടമ്പടി തൈലം പുരട്ടുകയും ചെയ്തതിൻ്റെ ഫലമായി എൻ്റെ കാലിൻ്റെ വേദന പരിപൂർണമായിട്ട് അമ്മയുടെ ഇടപെടൽ കൊണ്ട് മാത്രം മാറ്റി തന്നു. അതിന് ഈശോയ്ക്കും മാതാവിനും കോടാനുകൂടി നന്ദി പറയുന്നു. 5ാമതായി, ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടിലായിട്ട് മിക്കവാറും പാമ്പ് വരുമായിരുന്നു. വിശ്വാസ പ്രമാണം ചൊല്ലി ഉടമ്പടി ഉപ്പ് തളിച്ചതിന് ശേഷം ഇന്ന് വരെ പാമ്പ് വന്നിട്ടില്ല. ഇതൊക്കെയാണ് എൻ്റെ സാക്ഷ്യങ്ങൾ. ഇത്രയും സാക്ഷ്യങ്ങൾ പറയാൻ തന്ന മാതാവിന് ഈശോയ്ക്കും കോടാനുകൂടി നന്ദി പറയുന്നു. ഈശോയുടെയും മാതാവിൻ്റെയും ഒരു പ്രത്യേക കൃപ കൊണ്ടാണ് ഇത്രയും സാക്ഷ്യം പറയാൻ കൃപ തന്നത്. ബാക്കിയുള്ളത് മോള് പറയും. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പേര് മേഹ. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് ജൂലൈ 5 2025. ഞാൻ ഉടമ്പടി എടുക്കുന്നതിന് മുന്നേ OET എക്സാം എഴുതിയായിരുന്നു. അപ്പോൾ എനിക്ക് അയർലൻഡ് സ്കോളാണ് കിട്ടിയത്. അയർലൻഡിന് 2 വർഷം എക്സ്പീരിയൻസ് വേണം. അതുകൊണ്ട് ഞാൻ ഹോസ്പിറ്റലിൽ എക്സ്പീരിയൻസിന് വേണ്ടി കയറി. ഞാനൊരു നേഴ്സാണ്. 1 വർഷം കഴിഞ്ഞിട്ട് പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വെച്ച് സ്റ്റാർട്ടൊക്കെ ചെയ്തു. പക്ഷേ ഇൻ്റർവ്യൂസ് ഒന്നും കിട്ടുന്നില്ലായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ വേറെയും തുടങ്ങാമെന്ന് വിചാരിച്ച് ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാൻ തുടങ്ങി. A1 പാസ്സായി. ഫ്രീ ആയിട്ട് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് നമ്മളെ ഇൻ്റർവ്യൂ ചെയ്ത് സെലക്ട് ചെയ്യുന്ന ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അവിടെ തന്നെ ഞാൻ A1 പഠിച്ചു, A1 കിട്ടി. A2 പഠിച്ചു, A2 കിട്ടി. B1 പക്ഷേ അവർക്ക് ആ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ്ലൈനേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം എനിക്ക് ഓൾറെഡി ഞാൻ അയർലൻഡിൻ്റെ പ്രോസസ്സിങ്ങും ഉണ്ട്. അപ്പം എനിക്ക് റിസൈൻ വെച്ച് വരാനും പറ്റത്തില്ല. അതുകൊണ്ട് അത് നിർത്തി. ഞാൻ അയർലൻഡിൻ്റെ പ്രോസസ്സിങ് തന്നെ കണ്ടിന്യൂ ചെയ്ത് 1.5 വർഷമായിട്ടും എനിക്ക് അയർലൻഡിൻ്റെ ഒരു പ്രോസസ്സിങ്ങിലും ഒരു ഇൻ്റർവ്യൂസും കിട്ടാത്തതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്നാൽ ഇനിയും വേറെ വല്ലതും നോക്കാം എന്നുള്ള ഇതിൽ ഗൾഫ് രാജ്യം നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഏപ്രിൽ 2025 ഞാൻ ഏജൻസി കാണുകയും അവിടെ ഗൾഫിൽ പോകാനുള്ള പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തു. ഏപ്രിലായി, മെയ്, ജൂൺ ആയി. പക്ഷേ അവർ ഡേറ്റ ഫ്ലോ ഒന്നും സ്റ്റാർട്ടാക്കിയില്ല. എന്താണെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇപ്പം സ്റ്റാർട്ടാക്കും എന്ന് പറയും. അപ്പോൾ അമ്മ പറഞ്ഞു എന്നാൽ നമുക്ക് കൃപാസനത്തിൽ പോയി പ്രാർത്ഥിക്കാം എന്ന് അമ്മ പറഞ്ഞു. അങ്ങനെ ഞാൻ ജൂലൈ 5 കൃപാസനത്തിൽ വരും പ്രാർത്ഥിക്കാൻ വേണ്ടി മാത്രം വന്നതാണ്. പക്ഷേ അമ്മ ഉടമ്പടി എടുത്തിട്ടാണ് എന്നെ വിട്ടത്. ഉടമ്പടി എടുത്ത് ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പം ഏജൻസിക്കാർ പറഞ്ഞു ഡേറ്റ ഫ്ലോ എല്ലാം സ്റ്റാർട്ടായി. ആ 1.5 മാസത്തിനുള്ളിൽ തന്നെ എൻ്റെ എല്ലാ പ്രോസസ്സിങ് കംപ്ലീറ്റായി. അത് കഴിഞ്ഞ് പൊമെട്രിക് എക്സാം എഴുതണമെന്ന് പറഞ്ഞു. അപ്പോൾ പൊമെട്രിക് എക്സാം എഴുതാൻ വേണ്ടി
ഞാൻ അച്ഛനെ കാണാൻ, അച്ഛൻ്റെ ബ്ലെസ്സിങ് കിട്ടാൻ വേണ്ടി ഞാൻ കൃപാസനത്തിൽ വരികയും അച്ഛൻ്റെ ബ്ലെസ്സിങ് കിട്ടുകയും അതോടൊപ്പം തന്നെ അച്ഛൻ ഒരു കശുരൂപ തരികയും ചെയ്യും. ഞാൻ അത് അത് എപ്പോഴും ഇടുകയും ചെയ്യുന്നുണ്ട്. അപ്പം അത് വെച്ചാണ് ഞാൻ എന്നിട്ട് ബാംഗ്ലൂരിൽ പോയി എക്സാം എഴുതിയത്. പൊമെട്രിക് എക്സാമിന് ആദ്യം ഞാൻ ക്രാഷ് കോഴ്സ് മാത്രമേ പഠിക്കാൻ പോയുള്ളൂ. ഞാൻ ഈ എക്സാം കയറുന്നതിന് മുന്നേ തൈലം പൂശുകയും വിശ്വാസ പ്രമാണം ചൊല്ലുകയും ചെയ്താണ്. അതുപോലെ ഞാൻ പോക്കറ്റിൽ ഉപ്പ് എൻ്റെ പോക്കറ്റിൽ ഇടുകയും, പക്ഷേ അവിടെ സ്കാനിങ് എല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ എന്നാലും അവർ നോക്കിയപ്പോൾ ഉപ്പൊന്നും കണ്ടില്ല. പക്ഷെ എനിക്ക് തൊടുമ്പം അതെനിക്ക് മനസ്സിലാവുന്നുണ്ട് ഉപ്പ് അവിടെ തന്നെ ഉണ്ടെന്ന്. പക്ഷേ അവർക്കത് കാണാൻ പറ്റിയില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ എക്സാം എഴുതി. കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആയിരുന്നു. അവിടെയും കമ്പ്യൂട്ടറിൻ്റെ അവിടെയും തൈലം പൂശി ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി എക്സാം അറ്റൻഡ് ചെയ്തു. ഞാൻ പഠിച്ചില്ല, ആകെ എനിക്ക് 25 ക്വസ്റ്റ്യൻ അറിയത്തുള്ളായിരുന്നു. ബാക്കിയെല്ലാം ഞാൻ അമ്മ മാതാവേ എന്നെ രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിച്ച് ഞാൻ എക്സാം എഴുതി. 2 ആഴ്ചയ്ക്കുള്ളിൽ റിസൾട്ട് വരുന്നു. ഞാൻ പ്രതീക്ഷിച്ചതിനെക്കാട്ടി മാർക്ക് എനിക്ക് അമ്മ മാതാവ് തരികയും അത് കഴിഞ്ഞ് പൊമെട്രിക് എക്സാം റിസൾട്ട് എല്ലാം വന്ന് ഏജൻസിക്കാർ പറഞ്ഞു 2 ആഴ്ചയ്ക്കുള്ളിൽ ഒരു ഇൻ്റർവ്യൂ ഉണ്ട്, കൊച്ചി വന്ന് അറ്റൻഡ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് വിദേശത്തുള്ള ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്യുന്നത്. അപ്പോൾ എനിക്കറിയത്തില്ല എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതൊന്നും അറിയത്തില്ല. അപ്പം അങ്ങനെ ആദ്യത്തെ ഇൻ്റർവ്യൂ പോയി അറ്റൻഡ് ചെയ്തു. എനിക്കറിയത്തില്ല, ടെൻഷൻ കൊണ്ടായിരിക്കും പോയത്. പക്ഷെ എനിക്കൊന്നും അവർ ചോദിച്ചതിൻ്റെ മറുപടി എനിക്കൊന്നും പറയാനും പറ്റിയില്ല. അത് കിട്ടിയില്ല. അത് കഴിഞ്ഞ് ഞാൻ അമ്മ മാതാവിനോട് പ്രാർത്ഥിക്കും, അമ്മ മാതാവി എന്താ ഇങ്ങനെ എനിക്ക് കിട്ടാത്തേ എന്ന് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഇപ്പം എനിക്ക് 2 ദിവസത്തിനുള്ളിൽ ഏജൻസിക്കാർ പറഞ്ഞു അടുത്തൊരു ഇൻ്റർവ്യൂ വരുന്നുണ്ട്, അതും കൊച്ചി വെച്ചാണ്, ക്രൗൺ പ്ലാസയിൽ വെച്ചാണ് നടക്കുന്നതെന്ന്. അത് അപ്ലൈ ചെയ്തിട്ടെന്ന് ഞാൻ പറഞ്ഞു അപ്ലൈ ചെയ്തോളം പറഞ്ഞു. ആ ഒരു ഹോസ്പിറ്റലിൽ വർഷത്തിൽ 1 പ്രാവശ്യം മാത്രമേ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ സമ്മതിക്കത്തുള്ളൂ. അപ്പം അവിടെ 5 ദിവസം ഇൻ്റർവ്യൂ ആണ്. അതിൽ 1 ദിവസം തന്നെ ഇൻ്റർവ്യൂവിൽ അറ്റൻഡ് ചെയ്യാൻ വരുന്ന 800 പേരാണ്. അപ്പം തന്നെ 5 ദിവസം തന്നെ കുറേ പേരുണ്ട്. അതിൽ കുറച്ച് പേരെയാണ് അവരെടുക്കുന്നത്. ഞാൻ അന്ന് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി എനിക്ക് തന്ന ടൈം എന്ന് പറഞ്ഞാൽ 8 o'clock വരണമെന്നാണ്. ഞാൻ അതിന് മുന്നേ വന്നു. രാവിലെ വന്നപ്പം തന്നെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. അപ്പം അമ്മ മാതാവേ ഞാൻ ഇവരിലെല്ലാം എനിക്കൊരു കഴിവുമില്ല, നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്, അമ്മ മാതാവിനെ രക്ഷിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അമ്മ മാതാവേ എനിക്ക് പക്ഷേ ഇവരെല്ലാം കണ്ടിട്ടൊരു പേടിയുണ്ട്, അമ്മ മാതാവ് എൻ്റെ കൂടെ തന്നെ ഉണ്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ മാതാവ് എനിക്കൊരു സൈൻ തന്നു. എൻ്റെ അടുത്തിരുന്ന ഒരു കൊച്ചെന്നോട് വന്ന് സംസാരിക്കുകയൊക്കെ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ ആ കുട്ടിയുടെ പേരെന്തോ ചോദിച്ചപ്പോൾ ആ കുട്ടി പറഞ്ഞു മരിയ എന്ന്. അപ്പം എനിക്ക് മനസ്സിലായി അമ്മ മാതാവ് എൻ്റെ കൂടെ ഉണ്ടെന്ന് തന്നെ. അത് കഴിഞ്ഞ് രാവിലെ വന്ന ഇൻ്റർവ്യൂ, പക്ഷേ ഉച്ചയായിട്ടും വൈകിട്ടായിട്ടും ഇഷ്ടംപോലെ ആൾക്കാരുണ്ടായിട്ട് ഇൻ്റർവ്യൂ ഇതായില്ല. പിന്നെ രാത്രി 11:30-ക്കാണ് എൻ്റെ ഇൻ്റർവ്യൂ ഇതായത്. ഇൻ്റർവ്യൂവിന് കയറുന്ന തൈലം പൂശി വിശ്വാസ പ്രമാണം ചൊല്ലിയാണ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തത്. ഇൻ്റർവ്യൂവർ എന്തോ ചോദിച്ചു, ഞാൻ എന്തോ പറഞ്ഞു, എനിക്കറിയത്തില്ല എന്തോ ഞാൻ പറഞ്ഞതെന്ന്. ഞാൻ അപ്പോഴും മനസ്സിൽ നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്, അമ്മ മാതാവ് തരാനുള്ളതാണെങ്കിൽ തരും എന്നുള്ള വിശ്വാസത്തിൽ ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. 2 ദിവസത്തിനുള്ളിൽ ഓഫർ ലെറ്റർ എനിക്ക് വരികയും ചെയ്തു. എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. അത്രയും പേരിൽ ഒരു ദിവസം തന്നെ 800 പേരുണ്ട്. 5 ദിവസം അത്രയും പേരുണ്ടെങ്കിൽ കുറച്ച് പേരിൽ എനിക്ക് അമ്മ ഓഫർ ലെറ്റർ തരിക എന്ന് പറഞ്ഞാൽ എനിക്ക് വലിയൊരു സന്തോഷമാണ്. അത് കഴിഞ്ഞ് ഓഫർ ലെറ്ററൊക്കെ വരികയും ചെയ്തു. അമ്മ മാതാവ് ഒരു 2 ആഴ്ച കഴിഞ്ഞിട്ട് മെഡിക്കൽ എടുക്കാൻ പറഞ്ഞു. മെഡിക്കൽ എടുത്തു. ആ മെഡിക്കൽ എടുക്കുന്ന ദിവസം എനിക്ക് നല്ല പനിയും ചുമയും, എനിക്കത് നല്ല ശരീരവേദന എല്ലാം ആയിരുന്നു. പക്ഷേ അമ്മ മാതാവ് അവിടെ അമ്മ മാതാവ് പ്രവർത്തിച്ചു. അമ്മ മാതാവ് എനിക്ക് മെഡിക്കൽ പാസ്സാക്കി തന്നു. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം തന്നെ വിസ വരികയും വിസയെല്ലാം വന്നു. വിസയെല്ലാം വന്നു കഴിഞ്ഞ് ശേഷം 40 ദിവസമായിട്ട് എനിക്ക് ടിക്കറ്റ് വരുന്നില്ല. അപ്പം എനിക്കറിയത്തില്ല, എല്ലാം പെട്ടെന്ന് നടക്കുന്നുണ്ട്. അപ്പം ഞാനാണെങ്കിൽ എനിക്കെന്തെങ്കിലും കുറവ് മൂലമാണോ, ഞാൻ ഇവിടെ വന്ന് എന്തെങ്കിലും കുറവ് മൂലമാണോ എന്ന് വിചാരിച്ച് ഞാൻ മാർച്ച് 17-ാം തീയതി കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിച്ചു. മാർച്ച് 19-ാം തീയതി ആയപ്പോൾ എനിക്ക് ടിക്കറ്റ് വരികയും ചെയ്തു.
2 ദിവസത്തിനുള്ളിൽ തന്നെ അമ്മ മാതാവ് എനിക്ക് ടിക്കറ്റ് എടുത്തു. ഈ മാർച്ച് 29 ഞാൻ ഗൾഫിലോട്ട് പോവുകയാണ്. യുദ്ധം കാരണം ഞാൻ ഓർത്തു എനിക്ക് ടിക്കറ്റ് കിട്ടത്തില്ല എന്നുള്ള രീതിയിലാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ അമ്മ മാതാവ് എല്ലാം എനിക്ക് പെട്ടെന്ന് തന്നെ തരികയും ചെയ്തു. പിന്നെ എൻ്റെ 2ാം സാക്ഷ്യമായി, ഞാൻ വണ്ടി ഓടിച്ചുകൊണ്ട് പോയ സമയത്ത് റോഡിൽ ഒരു പാമ്പ് കിടക്കുന്നുണ്ട്. അപ്പം പാമ്പ് പോയിട്ട് ഞാൻ പോകാമെന്ന് വെച്ച് ഞാൻ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടപ്പം ആ പാമ്പ് കുറച്ച് അങ്ങോട്ട് പോയി. അപ്പോഴത്തേക്ക് പെട്ടെന്നൊരു കാറ് വന്ന് പാമ്പ് അപ്പോഴത്തേക്ക് തിരിഞ്ഞു വന്നു. അപ്പോഴത്തേക്ക് എനിക്കറിയത്തില്ല ഞാൻ എന്നാ ചെയ്യേണ്ടതെന്ന്. ഞാൻ നിൽക്കുന്ന ആ സ്ഥലത്തോട്ട് പാമ്പ് അങ്ങ് ഓടി മീൻസ് അത് പേടിച്ചങ്ങ് ചാടി വന്നു. അതെൻ്റെ കാലിൻ്റെ ആ ഒരു ഭാഗത്താണ് നിന്നത്. അതിന് വേണേൽ എന്നെ കൊത്താൻ എല്ലാം ചെയ്യാം. പക്ഷേ എനിക്കറിയത്തില്ല, എനിക്ക് ആ സമയത്ത് എൻ്റെ കൈയൊന്നും ചലിക്കുന്നില്ലായിരുന്നു. എൻ്റെ അമ്മ മാതാവ് എന്നെ കൈ പിടിച്ച് വണ്ടി ഓടിപ്പിച്ചു. അല്ലെങ്കിൽ അത് ആ സമയത്ത് എന്നെ എന്തെങ്കിലും ചെയ്യായിരുന്നു. പക്ഷെ അമ്മ മാതാവ് എന്നെ രക്ഷിച്ചു. പിന്നെ 3ാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത്, ഇതും ഞാൻ എപ്പോഴും കാശ് രൂപം പോക്കറ്റിലിട്ടാണ് നടക്കുന്നതും പിന്നെ പോകുമ്പോൾ എപ്പോഴും തൈലം പൂശിയാണ് പോകുന്നതും. അതിൻ്റെ അനുഗ്രഹം മൂലം മാത്രമാണ് ഞാൻ രക്ഷിച്ചെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഞാൻ വണ്ടി ഓടിച്ച് പോയിക്കൊണ്ടിരുന്ന സമയത്ത് പെട്ടെന്ന് ഒരു സ്പീഡിൽ ഒരു ബസ് വന്ന് എന്നെ ഇടിക്കാൻ വന്നു. എനിക്ക് അങ്ങോട്ടും പോകാൻ പറ്റില്ല, ഇങ്ങോട്ടും പോകില്ല. കാരണം അത്രയ്ക്ക് വേഗത്തിലാണ് ബസ് വന്നത്. എനിക്ക് സ്പേസ് ഇല്ലായിരുന്നു വണ്ടി മാറ്റാൻ. പക്ഷേ എങ്ങനെയാണെന്ന് അറിയത്തില്ല, അമ്മ മാതാവ്, സഞ്ചാരി മാതാവ് എന്നെ വന്ന് രക്ഷിച്ചു. അവിടെ എനിക്കായിട്ടൊരു സ്പേസ് അമ്മ മാതാവ് എന്നെ സേഫായിട്ട് അവിടെ എത്തിച്ചു. ഇതിൽ ഞാൻ എൻ്റെ ഈശോപ്പച്ചനോടും അമ്മ മാതാവിനും 1000 നന്ദി പറയുന്നു. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് എല്ലാ മാസവും 3 കെട്ട് പത്രം വാങ്ങിച്ച് ഹോസ്പിറ്റലുകളിലും ബസ് സ്റ്റാൻഡിലും വിതരണം ചെയ്യും. അത് ഉടമ്പടി തൈലം തേച്ച് ഞങ്ങളുടെ സാക്ഷ്യം എഴുതി വചനവും എഴുതിയാണ് പേപ്പർ കൊടുക്കുന്നത്. പരിചയമില്ലാത്തവർക്ക് തന്നെയാണ് പേപ്പർ കൊടുക്കുന്നത്. പിന്നെ കാരുണ്യപ്രവർത്തനമായിട്ട് ഫുഡ് വാങ്ങിച്ചു കൊടുക്കും. ആരെങ്കിലും സഹായത്തിനായിട്ട് കൈനീട്ടിയാൽ അവരെ ഒന്നും ഉപേക്ഷിക്കാതെ സഹായം ചെയ്യും. ആത്മീയ ജീവിതമായിട്ട് എല്ലാ ദിവസവും 5:30 ഡെയിലി ബ്രെഡ് കൂടും. പിന്നെ 3 സാക്ഷ്യമെങ്കിലും ഒരു ദിവസം കേൾക്കും. സാക്ഷ്യങ്ങളും ഡെയിലി ബ്രെഡും എല്ലാവർക്കും സെൻഡ് ചെയ്യും. ചൊവ്വാഴ്ചയുള്ള ഉടമ്പടി ധ്യാനവും കൂടാറുണ്ട്, അതും സെൻഡ് ചെയ്യാറുണ്ട്. ഇതൊക്കെയാണ് പ്രവർത്തനങ്ങൾ. ഇത്രയും അനുഗ്രഹം തന്ന ഈശോയ്ക്കും അമ്മ മാതാവിനും കോടാനുകൂടി നന്ദി പറയുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇനി മുന്നോട്ടും മരണം വരെയും ഈ ഉടമ്പടിയിലൂടെ അമ്മയുടെയും മാതാവിൻ്റെയും സാക്ഷിയായിട്ട് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. അതിനായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇവിടുത്തെ ഇവിടെ കൃപാസനത്തിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രത്യേകിച്ച് ജോസഫച്ചനും ആരോഗ്യവും ആയുസ്സും കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. എല്ലാത്തിനും ഈശോയ്ക്കും മാതാവിനും നന്ദി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. ഈശോയ്ക്കും അമ്മ മാതാവിനും 1000 നന്ദി. എൻ്റെ പേര് ഐവിൻ സെബാസ്റ്റ്യൻ എന്നാണ്. ഞാൻ തൃശ്ശൂരിൽ നിന്ന് വരുന്നു. എന്നെ ഇവിടെ സാക്ഷിയാക്കി നിർത്തിയ അമ്മയ്ക്ക് 1000 നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ തുടങ്ങുകയാണ്. ഞാൻ 2023 മുതൽ ജർമ്മൻ ഭാഷ പഠിച്ചു തുടങ്ങിയതാണ്. അങ്ങനെ 1 വർഷത്തെ പഠന ശേഷം ഞാൻ എക്സാം എഴുതാൻ തുടങ്ങി. എല്ലാവരെ പോലെയും ഭാഷ എനിക്ക് ഭയങ്കര പാടായിരുന്നു. അങ്ങനെ എക്സാം ഞാൻ എഴുതി. നല്ലോണം പഠിച്ചിട്ടൊക്കെയാണ് എക്സാം എഴുതിയത്. ആദ്യം 2 മൊഡ്യൂളാണ് എഴുതിയത്. സ്പീക്കിങ്ങും അതുപോലെ തന്നെ റൈറ്റിങ്ങുമാണ് ചെയ്തത്. അപ്പോൾ എക്സാമിൻ്റെ സമയത്ത് എനിക്ക് ഭയങ്കര എളുപ്പമായിരുന്നു. എക്സാം ഭയങ്കര ഇതെന്തായാലും പാസ്സാകും എന്ന ഉറപ്പിലാണ് ഞാൻ എഴുതിയതും ഇറങ്ങിയതൊക്കെ. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ ഞാൻ റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്തു. റിസൾട്ട് വന്നു. അപ്പോൾ ഞാനൊരു മാർക്കൊക്കെ പ്രതീക്ഷിച്ചിരുന്നു, നല്ലോണം പാസ്സാവുമെന്നൊക്കെ പ്രതീക്ഷിച്ചു. പക്ഷേ റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ വിചാരിച്ചതുപോലെ മാർക്കും കിട്ടിയില്ല, ഞാൻ തോൽക്കുകയും ചെയ്തു. അപ്പോൾ ആകെ വിഷമത്തിലായി. കാരണം ഞാൻ അത്ര നല്ല മാർക്ക് പ്രതീക്ഷിച്ചതാണ്, അത്ര നല്ലോണം എഴുതിയതാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എൻ്റെ അമ്മച്ചി പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യ്, നീ വിഷമിച്ചിരിക്കണ്ട, നീ കൃപാസനത്തിൽ ചെല്ലാ, ഉടമ്പടി എടുക്കുക എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ അമ്മച്ചിയുടെ വാക്ക് കേട്ടുകൊണ്ട് ഞാൻ 2024 ഓഗസ്റ്റ് 18-ാം തീയതി ഞാനിവിടെ വന്നു, ഉടമ്പടി എടുത്തു കഴിഞ്ഞ് പ്രാർത്ഥിച്ചു തുടങ്ങി. അങ്ങനെ പ്രാർത്ഥനയിലേക്ക് വന്നു. 2 ആഴ്ച കൂടുമ്പോൾ തൊട്ട് കുമ്പസാരം തുടങ്ങി, ഡെയിലി കുർബാന കാണാൻ തുടങ്ങി, ഡെയിലി കുടുംബ പ്രാർത്ഥന തുടങ്ങി.
അങ്ങനെ ഞാൻ എക്സാമിന് ഡേറ്റ് എടുത്തു, എക്സാം എഴുതി. ഞാൻ 3 മൊഡ്യൂൾ ഞാൻ പാസ്സായി. അപ്പോഴും ഒരു മൊഡ്യൂൾ ഞാൻ തോറ്റു. അപ്പോൾ ഞാൻ വിചാരിച്ചു വേറൊന്നുമല്ല, ആ മൊഡ്യൂൾ തോറ്റത് എന്നെ അമ്മയുടെ അടുത്തേക്ക് കൂടുതൽ അടുപ്പിക്കാൻ വേണ്ടി ആയിരിക്കുള്ളൂ എന്നാണ് വിചാരിച്ചത്. അങ്ങനെ വിശ്വസിച്ചു. അങ്ങനെ വീണ്ടും എക്സാം എഴുതാൻ വേണ്ടി ഞാൻ ഡേറ്റുകൾ അന്വേഷിച്ചുകൊണ്ടിരുന്നു. പക്ഷേ ഡേറ്റുകൾ കിട്ടുന്നുണ്ടായിരുന്നില്ല. ഡേറ്റ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായി. അങ്ങനെ വീണ്ടും പ്രാർത്ഥിച്ച് ഡേറ്റ് കിട്ടി. അങ്ങനെ എക്സാം എഴുതാൻ പോയി. ഈ 2 എക്സാം എഴുതാൻ പോകുന്നതിന് മുമ്പ് ഞാൻ ഉടുമ്പടി തൈലവും ഉപ്പുമൊക്കെ ഉപയോഗിച്ചുകൊണ്ട് പ്രാർത്ഥിച്ച് വിശ്വാസപ്രമാണം ചൊല്ലി പ്രത്യക്ഷീകരണ പ്രാർത്ഥനയൊക്കെ ചൊല്ലിയിട്ട് ഞാൻ പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ സ്പീക്കിങ്ങിൻ്റെ എക്സാമിന് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടി. ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിക്കഴിഞ്ഞപ്പോൾ കാര്യം മനസ്സിലായത്, പഠിച്ച ടോപ്പിക്ക് ഒന്നും വന്നിട്ടില്ല, കിട്ടിയ ടോപ്പിക്കായിട്ട് മനസ്സിലായിട്ടുമില്ല, എന്താ പറയേണ്ടതെന്നും അറിയില്ല. അങ്ങനെ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, അമ്മേ ഇതെനിക്ക് ടോപ്പിക്ക് അറിയില്ല, ഞാൻ എന്തിട്ട് ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല, ഞാൻ എന്തായാലും കയറാൻ പോവുകയാണ് എക്സാമിന്, വീണ്ടും എന്നെ ഒരു എക്സാം എഴുതാൻ ഇടവരുത്തല്ലെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എക്സാമിന് ചെന്നു. ഞാൻ എന്താ പറഞ്ഞതെന്ന് എനിക്കൊരു പിടിയില്ല. ഞാൻ എക്സാം ഏകദേശം ഒരു 15 മിനിറ്റോളം സ്പീക്കിംഗ് എക്സാം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ഇറങ്ങി. എല്ലായ്പ്പോഴും എക്സാം കഴിയുമ്പോഴും എനിക്കൊരു ഇതുണ്ടായിരുന്നു, ഞാൻ പാസ്സാകും എളുപ്പമാണെന്നൊരിത്. പക്ഷേ ഈ സ്പീക്കിംഗ് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് ഞാൻ തോക്കും, വീണ്ടും വരേണ്ടി വരും എന്നൊരു വിശ്വാസമായിരുന്നു എൻ്റെ മനസ്സിൽ. അപ്പോഴും ഞാൻ അമ്മയുടെ അടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, അമ്മ എന്നെ ജയിപ്പിച്ച് തരണമേന്ന്. അങ്ങനെ റിസൾട്ട് വരാൻ 1 മാസമാണ് സാധാരണ എടുക്കണമെങ്കിലും എൻ്റെ അവസ്ഥയിൽ ഇപ്പോൾ വന്നപ്പോൾ 1.5 മാസത്തോളം കഴിഞ്ഞിട്ടാണ് റിസൾട്ട് വന്നത്. റിസൾട്ട് വന്നപ്പോൾ തോക്കുമെന്ന് വിചാരിച്ചിരുന്ന ആ ഒരു പേപ്പർ, എന്താ പറഞ്ഞതെന്ന് പോലും അറിയാത്ത പേപ്പർ, ഞാൻ പാസ്സായി കഴിഞ്ഞ് അതിന് സന്തോഷത്തിലിരിക്കുന്ന സമയത്താണ് അടുത്തൊരു പ്രശ്നമായിട്ട് വന്നത്. അതായത് സർട്ടിഫിക്കറ്റിൽ മിസ്റ്റേക്ക് വന്നു. അപ്പോൾ സർട്ടിഫിക്കറ്റിൽ മിസ്റ്റേക്ക് വന്നപ്പോൾ എനിക്കറിയില്ല ഇനി എന്താ ചെയ്യേണ്ടത്. കാരണം ജർമ്മനിയിൽ നിന്നാണ് സർട്ടിഫിക്കറ്റ് വന്നേക്കുന്നത്. അങ്ങനെ എക്സാം സെൻറ്ററിലേക്ക് വിളിച്ചു, പലരെയും വിളിച്ചൊക്കെ ചോദിച്ച് അവസാനം അവർ പറഞ്ഞു ഒരു മെയിലിലേക്ക്, അവരുടെ ജിമെയിലിലേക്ക് മെയിൽ അയക്കാമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഒരു പ്രതീക്ഷയില്ലാണ്ടാണ് ഞാനത് മെയിൽ അയച്ചത്. അപ്പോഴും പ്രാർത്ഥന മുടക്കില്ലായിരുന്നു, പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരുന്നു എല്ലാ പ്രാർത്ഥനകളും. അങ്ങനെ അവസാനം എനിക്ക് എൻ്റെ സർട്ടിഫിക്കറ്റ് ശരിയാക്കി കിട്ടി. അതിനുശേഷം ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു, ഇൻ്റർവ്യൂ പാസ്സാക്കി. അതുപോലെ തന്നെ എനിക്ക് വിസ വന്നു. ഞാൻ ഈ മാസം 30-ാം തീയതി ജർമ്മനിയിലേക്ക് പോവുകയാണ്. എനിക്ക് ഒറ്റ കാര്യമേ പറയാനുള്ളൂ, ഇത് ഞാൻ ഒറ്റയ്ക്ക് നേടിയെടുത്തതല്ല, എൻ്റെ അമ്മ എന്നെ അനുഗ്രഹിച്ചതാണ്, എൻ്റെ ഈശോ എന്നെ അനുഗ്രഹിച്ചതാണ്. ഈശോയുടെ അടുത്ത് നിന്ന് എനിക്ക് മേടിച്ച് തന്നതാണ് ഈ ജർമ്മൻ വിസ. നമ്മൾ ഒറ്റയ്ക്ക് എന്തായാലും ഇത് പാസ്സാകാൻ പറ്റുമെന്ന് എനിക്ക് ആദ്യം ഉണ്ടായിരുന്നു. പക്ഷെ പിന്നീട് ആ എക്സാം തോറ്റു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് ഞാൻ ഒറ്റയ്ക്ക് നടക്കില്ല. അവസാനം എനിക്ക് അമ്മയും എൻ്റെ അപ്പച്ചനും, അതായത് ഈശോ എനിക്ക് മേടിച്ച് തന്നതാണ് ഈ വിസ. ഉടുമ്പടി സമയത്ത് ഞാൻ എൻ്റെ വീടിൻ്റെ അടുത്തുള്ളൊരു വൃദ്ധരായ അപ്പച്ചന്മാർ താമസിക്കുന്നൊരു ഓൾഡ് ഏജ് ഹോം ഉണ്ടായിരുന്നു. അവിടെ പോയി അവരെ കുളിപ്പിക്കാനൊക്കെ സഹായിക്കുമായിരുന്നു. കൃപാസന പത്രം എല്ലായിടത്തും കൊടുക്കുമായിരുന്നു. അങ്ങനെ എനിക്കിപ്പോൾ എൻ്റെ വിസ കിട്ടി, ടിക്കറ്റ് റെഡിയായി, ഞാൻ പോവുകയാണ്. ഇത് എനിക്ക് നൽകാൻ അനുഗ്രഹിച്ച എൻ്റെ അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി. ഉടുമ്പടിക്ക് ശേഷം ഞാൻ ദിവസേന കുർബാനയ്ക്ക് പോയി തുടങ്ങി. പിന്നെ 2 ആഴ്ച കുടുംബം കുമ്പസാരിച്ചു. ആഴ്ചയിൽ 1 ദിവസം ഉടുമ്പടി ധ്യാനം കൂടിയിരുന്നു. അതുപോലെ തന്നെ ഉപവാസം എടുത്തിരുന്നു. ഇനിയും ജർമ്മനി ചെന്നാലും ഈ ഒരു ജീവിതത്തിലേക്ക് തുടരാൻ എന്നെ ദൈവം അനുഗ്രഹിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു.